Hi friends, welcome to my frocks. ഇന്ന് ഞാൻ റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് റവയാണ്. ഞാനിവിടെ ഈ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം ബാക്കിയുള്ള സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ റവയുടെ തുല്യം തന്നെ എടുക്കാം. അതല്ല മധുരം അല്പം കുറവ് മതി എന്നുള്ളവർക്ക് ഒരു 1/4 ഭാഗമൊക്കെ എടുത്തിരിക്കുന്ന റവയേക്കാൾ ഈ ഒരു കപ്പ് റവയാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. പാല് ഞാനിവിടെ റവയുടെ നേരെ ഇരട്ടിയാണ് വേണ്ടത്. അതായത് ഒരു കപ്പ് റവയാണെങ്കിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് കാഷ്നട്ടും ഉണക്കമുന്തിരിയുമാണ്. പിന്നെ നമുക്ക് ഒരു 4 സ്പൂൺ നെയ്യ് കൂടി വേണം. ചെറിയ സ്പൂണിന് 4 സ്പൂൺ നെയ്യ് മതി. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുന്തിരി ഇട്ട് ആദ്യം ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം കാഷ്നട്ട് ഇട്ട് അതും കൂടി വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റവ ഈ പാനിലേക്ക് ഇടുന്നു. ഞാൻ കൂടുതൽ നെയ്യ് വീണ്ടും ചേർക്കുന്നില്ല. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ആക്കി വെക്കുക. റവ ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിക്കുക. ചെറിയ ഒരു കളർ ചേഞ്ച് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കളർ മാറി ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പാലൊഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ കട്ട കെട്ടാതെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുക. എന്നിട്ട് തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ തീ വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പം ഫുഡ് കളർ ഉള്ളവർ അതിടാം. ഞാനിവിടെ മഞ്ഞ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. അപ്പം കളറൊന്നും ചെയ്തില്ലെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഏലക്കപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇങ്ങനെ തിക്കായി വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ വീണ്ടും ഇത് ഒന്നുകൂടി ലൂസാകും. പഞ്ചസാര ഒന്ന് അലിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടി വെള്ളമയം വരും. ഇത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഇതിങ്ങനെ തിക്കാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഈ കിസ്മിസും കാഷ്യൂവും മാറ്റി വെച്ചിട്ട് കുറച്ചെടുത്ത് നമുക്ക് ഇതിനകത്തിട്ട് ഈ ഇളക്കുന്ന കൂട്ടത്തിലിട്ട് ഇതിനുള്ളിലേക്ക് ആക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വീണ്ടും തിക്കായിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ പാത്രത്തിൽ നിന്നും ഇങ്ങനെ ഇട്ട് വരുന്ന ആ ഒരു പരുവമാകുമ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ അടപ്പ് കൊണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം മീഡിയം ആയിരിക്കണം, അത് ശ്രദ്ധിച്ചോണം കേട്ടോ. നമുക്ക് 2 മിനിറ്റിന് ശേഷം ഈ അടപ്പ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം ചൂടോടെ തന്നെ ഞാൻ ഈ കേസരി നമ്മുടെ ഈ പ്ലേറ്റിലെ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇതൊരു കേക്ക് ട്രേ ആണ്, കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ആണ്. ഇതിൽ നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പം ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നിന്നിട്ട് ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് മാറ്റുന്നു. ഞാനൊരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ട്രേ ആകുമ്പോൾ നല്ലൊരു ഷേപ്പ് ഉണ്ട് ഇതിന്. കേക്കിൻ്റെ ആ ഷേപ്പ് വരും വട്ടത്തിലുള്ള. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേയിലേക്ക് എടുത്തത്. ഇങ്ങനെ ഗാർണിഷ് ചെയ്തതിന് ശേഷം ഇത് ഏകദേശം 1 മണിക്കൂറോളം, അരമണിക്കൂറിലധികം വേണം ഇത് നന്നായിട്ട് തണുക്കുന്നിടം വരെ വെക്കുക. എന്നാലേ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടത്തുള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് കിട്ടത്തുള്ളൂ. അങ്ങനെ 1 മണിക്കൂർ തണുത്തതിന് ശേഷം ഞാനിത് കേക്കിൻ്റെ ട്രേയിൽ നിന്നും ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.